ജബ്ബാർ മാഷ് ബുറാക്കിനെ കുറിച്ച് പറഞ്ഞ് പരിഹസിക്കുകയുണ്ടായി. സ്ത്രീയുടെ തല, ചിറകുള്ള കുതിരയുടെ ഉടൽ, മയിലിൻ്റെ വാൽ വെച്ചുള്ള ഒരു ജീവിയാണ് ബുറാക്ക്. ഈ ബുറാക്കുമലാണത്രേ മുഹമ്മദ് ഏഴാനാകാശത്തേക്ക് പോയത്. ഇത് പലതവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയുണ്ടായി. ജബ്ബാർ മാഷെ പല കാര്യങ്ങൾ അറിയാനും അറിയിക്കാനും പറയാനും എഴുതുവാനും ചിത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതൊരു ഭാഷയാകുന്നു. റോഡ് സൈഡിലുള്ള സ്കൂളുകളെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ മനസ്സിലാക്കാം. സ്കൂളിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരെ റോഡിൻ്റെ ഒരു സൈഡിൽ 2 ഭാഗങ്ങളിലും സ്കൂൾ കുട്ടി ബാഗ് ഷോൾഡറിൽ ഇട്ട് ഓടുന്ന ഒരു ചിത്രം കാണാം. ആ ചിത്രത്തിൽ പല സന്ദേശങ്ങൾ ഉണ്ട്. ആ സന്ദേശം ഇങ്ങനെയാണ്: ഇവിടെ അടുത്ത് സ്കൂളുണ്ട്, ഡ്രൈവർ ശ്രദ്ധിക്കണം, പതുക്കെ വരാവോ, ബ്രേക്ക് ചവിട്ടിയാൽ അപ്പോൾ തന്നെ വാഹനം നിൽക്കണം. കുട്ടികൾ എപ്പോഴാണ് റോഡിൽ കയറി നടക്കുക എന്ന് പറയാൻ കഴിയുകയില്ല. എപ്പോഴാണ് കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുക എന്നും പറയാൻ കഴിയുകയില്ല. നിങ്ങളുടെ ജീവനും സ്വത്തിനും വിലയുണ്ട്. അതുപോലെ കുട്ടികളുടെ ജീവനും സ്വത്തിനും വിലയുണ്ട്. അങ്ങനെ പല സന്ദേശങ്ങളും അതിലുണ്ട്. ഇതുപോലെ പല ചിത്രങ്ങൾക്കും പല രൂപങ്ങൾക്കും സന്ദേശങ്ങൾ പറയാനുണ്ട്. ബുറാക്ക്, സരസ്വതി ദേവി, ബ്രഹ്മാവ്, ഗണപതി, അങ്ങനെ വേണ്ട പല ചിത്രങ്ങൾക്കും രൂപങ്ങൾക്കും. ബുറാക്കിനെ കുറിച്ച് പറയാം. അതിതീവ്രമായ വേഗതയും കത്തിജ്വലിക്കുന്ന പ്രകാശവും, ഈ 2 വാക്ക് കൂടിയതാണ് ബുറാക്ക് എന്ന വാക്ക്. സ്ത്രീയുടെ തലയും ചിറകുള്ള കുതിരയുടെ ഉടലും മയിലിൻ്റെ വാലും കൂടിയതാണ് ബുറാക്കിന് രൂപമായി കൊടുത്തത്. ബുറാക്കിലെ സ്ത്രീയുടെ തല നല്ല യുക്തി, നല്ല ഭാവന, നല്ല ചിന്ത, നല്ല ഓർമ്മ, നല്ലത് മാത്രം ഓർക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം കേൾക്കുക, വൃത്തിയുള്ള പ്രകാശമുള്ള മനസ്സ്, അതിതീവ്രമായ കരുണ, കാരുണ്യം, സ്നേഹം, അതിതീവ്രമായ ക്ഷമ, കളങ്കമില്ലാത്ത വൃത്തിയുള്ള മനസ്സ്, ശരിയുടെ മാർഗം, ലക്ഷ്യം സത്യത്തിലേക്ക് മാത്രം എന്നിങ്ങനെയുള്ള സന്ദേശങ്ങൾ തരുന്നു. അദൃശ്യത്തിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ തെളിച്ചം ആ മുഖത്തിനുമുണ്ട്. ബുറാക്കിൻ്റെ ചിത്രത്തിലെ ചിറകുള്ള കുതിരയുടെ ഉടൽ പ്രകാശത്തിൻ്റെ വേഗതയെ സൂചിപ്പിക്കുന്നു. ബുറാക്കിന് ശേഷം ശാസ്ത്രം പഠിപ്പിക്കുകയുണ്ടായി. പ്രകാശം 10⁻8 മീറ്റർ/സെക്കൻഡ്² വേഗതയിൽ സഞ്ചരിക്കുന്നുവെന്ന്. ഇനി ബുറാക്കിൻ്റെ മയിലിൻ്റെ വാൽ സൂചിപ്പിക്കുന്നത് പല വർണ്ണങ്ങളെയാണ്. ഒരൊറ്റ പ്രകാശത്തിൽ നിന്നാണ് പല മനോഹരമായ വർണ്ണങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി തരുന്നു. ഇത് ആധുനിക ശാസ്ത്രം തെളിയിച്ചത് ഇങ്ങനെ: 20 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു വൃത്താകൃതിയുള്ള പ്ലേറ്റ് എടുത്ത് അതിൽ പെൻസിൽ കൊണ്ട് 7 ഭാഗങ്ങൾ ആക്കി വരയ്ക്കുകയും ഓരോന്നിൽ വ്യത്യസ്തമായ നിറങ്ങൾ കൊടുക്കുകയും ചെയ്തു. വ്യത്യസ്തമായ വർണ്ണങ്ങൾ ആണ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അനന്തരം പ്ലേറ്റ് കറങ്ങുന്നതിന് വേണ്ടി കറക്കാൻ പറ്റിയ സ്റ്റാൻഡിൽ ഘടിപ്പിക്കുക. ശേഷം നന്നായി കറക്കുക. കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലേറ്റ് നോക്കിയാൽ ധവളമായി കാണുന്നു. ഇതിൽ നിന്ന് പല വർണ്ണങ്ങളും
ധവളപ്രകാശത്തിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കി തരുന്നു. 6-ാം നൂറ്റാണ്ടിൽ മാത്രം പരിചയപ്പെടുത്തി തന്ന ബുറാഖ് എല്ലാം നൂറ്റാണ്ടുകളിലും സഞ്ചരിക്കും. ജബ്ബാർ മാഷെ, ആധുനിക ശാസ്ത്രത്തിൽ വ്യാപകമായി ബുറാഖ് സഞ്ചരിക്കുന്നു എന്ന് വേണം പറയാൻ.